വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ റോൾ കേക്കാണ്. കേക്കൊന്നുമല്ല കേട്ടോ, സ്പൈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് തന്നെയാണ്. ഇഫ്താറിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്നാക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 100 ഗ്രാമോളം ചിക്കൻ ബോൺലെസ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നതും കൂടിയുണ്ട്. അപ്പോൾ വലുതായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, വേവാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ചിക്കൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടാണെങ്കിൽ അടച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ടാണെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ല കൈ വെച്ചിട്ട് പിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര വലിയ പീസായിട്ട് നമുക്ക് ഇടണ്ട, ഈ ഒരു വലിപ്പം വേണ്ട എന്തായാലും. അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചിയെടുക്കാം. ഈ ഒരു ഓയിലിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അത്യാവശ്യം ഓയിലുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയേ വേണ്ടൂ. ചെറുതായിട്ട് ആ ഒരു കടിക്കാൻ കിട്ടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള റെഡിയാകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ചിക്കൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഓഫാക്കി എടുത്തതാണ്. ഇപ്പോൾ സവാളയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനം ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ മതി. ആ ക്യാപ്സിക്കം കടിക്കാൻ കിട്ടുമ്പോഴാണ് ശരിക്കും ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ക്യാപ്സിക്കം ഒന്ന് വെന്ത് ഉടഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ വൈറ്റ് സോസാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം സോസ് ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ഫില്ലിങ് വെച്ച് കൊടുത്താലും മതി. പക്ഷേ വൈറ്റ് സോസ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ ഒരു 2 ടീസ്പൂൺ മൈദ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൈദ നല്ലോണം തിക്കായി കിട്ടും. അപ്പോൾ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മൈദ ഇളക്കുന്ന കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഞാൻ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. ചീസിൽ നല്ല ഉപ്പുണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഒരു പിടി ചീസും കൂടി ഇട്ട് കൊടുക്കാം. ചീസ് മെൽറ്റായി ആ ഒരു സോസ് തിക്കായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. ഇപ്പോൾ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ആ പാല് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ചിക്കൻ്റെ ഫില്ലിംഗ് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ചീസും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പാല് നന്നായിട്ടൊന്ന് വറ്റി വന്നാൽ നിങ്ങൾക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ചീസ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റായിട്ട് ഈ ഒരു സോസ് കുറച്ച് തിക്കാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ മയോണൈസ് ആണ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് അതിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മയോണൈസ് ആ ഒരു ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫില്ലിംഗ് വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ.
ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ള മുട്ടയുടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു 3 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ 2 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചേർക്കണം. ചീസിൽ ഉപ്പുണ്ട്, സോയ സോസിൽ ഉപ്പുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബ്രെഡാണ് ആവശ്യമുള്ളത്. ഒരു 6-7 സ്ലൈസ് ബ്രെഡിൻ്റെ അരുഭാഗമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ റോൾ കേക്കിനുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലൊരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. താഴ്ഭാഗം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ലെയർ ചെയ്തെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ഫ്രൈ പാൻ്റെ ഒരു ഷേപ്പിലായിട്ട് വെച്ച് കൊടുക്കണം. പീസാക്കിയിട്ടാണെങ്കിൽ പീസാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മുട്ടയുടെ ബാറ്റർ ഇതുപോലെ ഗ്യാപ്പിലും ആ ഒരു ജോയിൻറ്റിലും പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഫ്ലെയിം കൂടരുത്, പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോകും. ബട്ടറും ഉള്ളതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് മുകൾ ഭാഗമൊക്കെ ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കണം. ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ശ്രദ്ധിച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് താഴ്ഭാഗം ഒരു 5 മിനിറ്റാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അത്രയും മതി. ആ ഒരു മുട്ട ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ആയാലും മതി. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബേസ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, അത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഫില്ലിങ് 2 ബ്രെഡ് റോൾ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ 1 മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ആ ഫില്ലിങ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫില്ലിങ് വേണം കേട്ടോ, എന്നാലേ കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കുമ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഫോയിൽ പേപ്പർ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഫില്ലിംഗ് ഇപ്പം കുറച്ച് കൂടുതലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ 2 ഇതാക്കി ചെയ്തോളൂ. പിന്നെ ഞാൻ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ചുരുട്ടി ടൈറ്റായിട്ടൊന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും ആ 2 അറ്റത്തും നമ്മൾ നന്നായിട്ടൊന്ന് ചുരുട്ടി സെക്യൂർ ആക്കി വെക്കുക. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെച്ചാലും ഇത് സെറ്റായി കിട്ടും. പക്ഷെ കുറച്ച് സമയം അധികം വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത്. നമ്മുടെ റോൾ കേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടൊക്കെ പോയി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോയിൽ പേപ്പർ മാറ്റി കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് റോളായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് ജോയിൻ ചെയ്ത് വെച്ചതുകൊണ്ട് ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും ഇത് മുറിഞ്ഞു പോകൂലെന്ന്. മുറിഞ്ഞൊന്നും പോകില്ല കേട്ടോ. നമ്മൾ ആ ഗ്യാപ്പൊക്കെ മുട്ട വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ നമ്മൾ റോൾ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു വൈറ്റ് സോസിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങും ഒക്കെ കൂടുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്